സന്ദീപ് വാര്യരുടെ വെപ്രാളം കണ്ടാൽ സഹിക്കാൻ കഴിയില്ല. ഓൻ്റെ ഒരു കരുതലെ BJP നിന്ന് പോയെങ്കിലും BJP രക്ഷപ്പെടണമെന്നാണ് ഓൻ ആഗ്രഹം. ആ ഓൻ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുകയാണ്. സന്ദീപ് വാര്യർ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മുതലാളിയെ, ഏഷ്യനെറ്റ് ഉടമയെ വിലയ്ക്ക് വാങ്ങിയത്രേ BJP. പേയ്മെൻറ്റ് സീറ്റാണത്രേ തിരുവനന്തപുരത്ത് കിട്ടിയത്. ഒക്കെ ശരിയാണ് സന്ദീപേട്ടാ, പേയ്മെൻറ്റ് സീറ്റായിരിക്കാം BJP രാജീവ് ചന്ദ്രശേഖരെ വിലയ്ക്ക് വാങ്ങിയത്, ഒക്കെ നിങ്ങൾ പറയണത് ഞങ്ങൾ അംഗീകരിക്കാം. കാരണം നിങ്ങളെ കരുതൽ കാണാതെ പോകരുതല്ലോ. അല്ലപ്പാ, നിങ്ങളെന്തിനാണപ്പോൾ BJP വിട്ട് പോയത്? നിങ്ങൾ BJPയിൽ വലിയ സ്ഥാനം കിട്ടിയില്ല എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇരിക്കാൻ കസേര തന്നില്ല എന്നും പറഞ്ഞ് മാത്രമാണോ നിങ്ങൾ പോയത്? നിങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതങ്ങോട്ട് നടന്നില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം BJPയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നടപ്പാകില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമായപ്പോൾ നിങ്ങളങ്ങ് പാർട്ടി വിടാൻ തീരുമാനിച്ചു. എന്നിട്ട് പോയത് ആദ്യം എങ്ങോട്ടാണ്? നന്ദകുമാറേട്ടൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആദ്യം പോയത് CPMലേക്കാണപ്പാ. അവിടെ ചെന്ന് 2 കോടിയാണ് ചോദിച്ചത്. 2 കോടിക്കുള്ള മുതലൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ CPM അടിച്ചോടിച്ചു. നേരല്ലേ അപ്പാ? അവിടെ നിന്ന് നിങ്ങൾ നേരെ ചെന്ന് കയറിയത് കോൺഗ്രസ്സിലേക്കാണ്. കോൺഗ്രസ് ആണെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ നേരെ പോയത് ലീഗിലേക്കാണ്. കോൺഗ്രസ്സിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സമീപനം മൊത്തവും ലീഗിലേക്കാണ്. നേരെ തന്നെ കാന്തപുരത്തിനെ കാണുന്നു, ഓരോരോ നേതാക്കളെ, ലീഗിൻ്റെ നേതാക്കളെ ചെന്ന് കാണുന്നു. ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പോകുന്നു, മിഡിൽ ഈസ്റ്റൊക്കെ കറങ്ങി ഓരോരോ അറബികളുടെയും മുതലാളിമാരുടെയും ഒക്കെ വീടുകളിൽ സന്ദർശനാകുന്നു. അങ്ങനെ നിങ്ങളങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ്. അല്ലപ്പം നിങ്ങൾ പോയെന്നും പറഞ്ഞിട്ട് ആരെങ്കിലും, ഏതെങ്കിലും BJP നേതാക്കൾ നിങ്ങൾക്കെതിരെ ഒരു വാക്ക് സംസാരിക്കാനായിട്ട് വന്നോ? നിങ്ങൾ പോയതിനെക്കുറിച്ച് അപലപിച്ചോ? നിങ്ങൾ പോയതിനെ വിമർശിച്ചോ? നിങ്ങളെ വിമർശിച്ചോ? ഇല്ല. നിങ്ങൾ പോയത് എന്തിനാണെന്നും നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു, അത് തീർക്കാൻ BJPക്ക് കഴിയില്ല എന്നും BJP അതിനിട്ട് ശ്രമിക്കുന്നില്ല എന്നുമൊക്കെയുള്ള നിങ്ങളുടെ പരാധീനതകളാണ് നിങ്ങൾ പോകാനുള്ള കാരണമെന്ന് BJPക്ക് അകത്തും പുറത്തും നിങ്ങൾക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. നിങ്ങൾ എന്തിനാണിപ്പോൾ BJP വിലയ്ക്ക് വാങ്ങിയതാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത്? അദ്ദേഹം നല്ലൊരു കോർപ്പറേറ്റ് മുതലാളി എന്നതിനപ്പുറം മിതവാദി കൂടിയായ, ഗ്രൂപ്പിസം ഇല്ലാത്ത കൃത്യമായി നിലപാടുകൾ വ്യക്തമാക്കുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. ത്രിമൂർത്തികൾ, അതായത് അമിത്ഷായും മോദി നദ്ദയും ചേർന്ന് ഒരുക്കിയ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഈ കണ്ടത്. നിങ്ങളിപ്പോൾ BJP നിന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അർഹിക്കുന്ന സ്ഥാനം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ നൽകിയേനെ. കാരണം സുരേന്ദ്രനും നിങ്ങളും തമ്മിലുള്ള തമ്മിലടി, തമ്മിപ്പോരാണല്ലോ ഈ ഇറങ്ങിപ്പോക്കിനും വെറുപ്പിൻ്റെ ഫാക്ടറിയാണ് BJP എന്നും ഇതുവരെ നിന്ന പ്രസ്ഥാനത്തെ ഒരു നിമിഷം കൊണ്ട് തള്ളിപ്പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് നിങ്ങൾ പോയത് ചുമ്മാ കോൺഗ്രസിനെ അങ്ങ് പരിപോഷിപ്പിക്കാനും കോൺഗ്രസിനെ വളർത്താനുമാണോ? അല്ലപ്പാ, നിങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ കോൺഗ്രസ് തന്ന് നിങ്ങളെ വിലക്കെടുത്തതാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന BJPയുടെ വക്താവായിരുന്ന ആളെ കോൺഗ്രസിൻ്റെ വക്താവാക്കിയതും കോൺഗ്രസിലേക്ക് വിളിച്ചതും സന്ദീപ് വാര്യർ പറഞ്ഞ ഡീലുകളൊക്കെ ഉറപ്പിച്ചിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ സന്ദീപ് വാര്യരെ കോൺഗ്രസ് വിലയ്ക്ക് വാങ്ങിയതല്ലേ? ഇങ്ങക്ക് രാജീവ് ചന്ദ്രശേഖരനെ പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ലേശം ഉളുപ്പെങ്കിലും വേണ്ടേ അപ്പം അങ്ങക്ക്? ലേശം ഉളുപ്പെങ്കിലും. ഇനി കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്ത് എം പി ആയിരിക്കുന്ന ശശി തരൂർ BJPയിലേക്ക് വരാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് മോദിയെ പൊഴുത്തുന്നുണ്ട്. പക്ഷെ BJPയിലേക്ക് അങ്ങേരെ എടുക്കാൻ തൽക്കാലം BJPക്ക് വലിയ താല്പര്യമില്ല. ഇങ്ങനെ പൊഴുത്തി പോവുകയാണ്. എന്തായാലും അതിരിക്കട്ടെ. എന്ത് പാരമ്പര്യമാണ്? വിശ്വപൗരൻ എന്ന പാരമ്പര്യമാണോ ശശി തരൂരിനുള്ളത്? ആ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ശശി തരൂർ ആർക്കും വിട്ടുകൊടുക്കാതെ തിരുവനന്തപുരം കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കാലാകാലങ്ങളോളം അവിടെ മത്സരിക്കുന്നത്? മറ്റാർക്കും കഴിവില്ലേ കോൺഗ്രസിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ?
ശശി തരൂരിനെ ഒരു സമയം മുൾമുനയിൽ നിർത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയത് നിങ്ങൾ കണ്ടതല്ലേ? അപ്പോൾ അതൊന്നും അല്ല നിങ്ങളെ പ്രശ്നം. BJP നന്നായി പോകുമോ എന്നുള്ള വല്ലാത്തൊരാശങ്കയാണ്. നിങ്ങൾ പോയപ്പോൾ പുറകെ നടന്ന് വിളിക്കുമെന്ന് കരുതി BJP നേതാക്കൾ. പക്ഷേ നിങ്ങൾ ആർക്കും വേണ്ട എന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയപ്പോഴാണ് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടത്. എന്തായാലും ഇന്നലെ ഒരു പോസ്റ്റൊക്കെ ഇട്ടല്ലോ, ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് കമൻറ്റുകളുണ്ട്. നല്ല രസമുള്ള കമൻറ്റുകളാണ്. പോസ്റ്റിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: TV വെച്ച് നോക്കിയപ്പോൾ അതിൽ അനിൽ നമ്പ്യാർ ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കുന്നു. സിന്ധു സൂര്യകുമാർ ജനൻ TVയിൽ സമസ്ത മിത്രങ്ങളെ എന്ന് പറയുന്നു. ഞെട്ടിയുണർന്നു. പുലർച്ചെ കണ്ട സ്വപ്നം ഫലിക്കുമെന്നാണ്. കളിയാക്കിക്കൊണ്ടാണ് ഇന്നലെ ഇട്ടത്. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, കോർപ്പറേറ്റ് മാധ്യമ മുതലാളി BJPയെ വിലയ്ക്ക് വാങ്ങി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട് പിണങ്ങിപ്പോയ സംസ്ഥാന പ്രസിഡന്റായി വരുന്നു. അന്ന് ജിയെ കാലുവാരിയ സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാർക്കൊക്കെ 8ന്റെ പണി കിട്ടാനാണ് സാധ്യത. ശബരിമല സമരകാലത്ത് ഏഷ്യാനെറ്റ് സ്വീകരിച്ച നിലപാട്, ഏറ്റവും ഒടുവിൽ കുംഭമേള, ഇതൊക്കെ എളുപ്പം മറക്കാൻ BJP പ്രവർത്തകർക്ക് എങ്ങനെ കഴിയും? EP ജയരാജന്റെ വൈദേകം റിസോർട്ടിൽ പങ്കാളിത്തമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന BJP സംസ്ഥാന പ്രസിഡന്റ് CPM BJP ബന്ധത്തിന് ഇതിലും വലിയ സ്ഥിരീകരണമുണ്ടോ? കഴിച്ചിട്ടിറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് കേരള BJP. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താപ്പാ? അവർ CPM ബന്ധമോ, അവർ BJP ബന്ധമോ, അവർ ലീഗ് ബന്ധമോ, അവരെന്ത് ബന്ധമോ ഉണ്ടാക്കട്ടെ. നിങ്ങൾ കോൺഗ്രസ് പോയത് കോൺഗ്രസിനെ വളർത്താനല്ലേ? അപ്പം കോൺഗ്രസിനെ വളർത്തുന്ന കാര്യങ്ങൾ നോക്കിയാൽ പോരെ. അതിൽ രാജീവ് ചന്ദ്രശേഖർ എവിടെയാണ് വരുന്നത്? അതിലൊരു ശ്രീജിത്ത് പന്തളം എന്ന് പറയുന്ന ഒരാളിട്ടേക്കുന്ന കമന്റ്: നീ എന്തിനാടാ അതാണ് പേര്, അതിന് കരയുന്നത്? ഞങ്ങൾ BJPക്കാർക്ക് നീ ക്ലാസ് എടുക്കാൻ, നീ ഇപ്പോൾ BJP അല്ല, പാണക്കാട്ടെ കക്കൂസ് കഴുകുന്ന പണിയാണ്. അത് നീ നന്നായി ചെയ്യൂ, വല്ല ബോർഡ് മെമ്പർ സ്ഥാനമെങ്കിലും കിട്ടും. അങ്ങേരടുത്ത MLA ആണ്, BJP ആയിരിക്കും. എന്തായാലും വാര്യരുടെ ഈ ഒരു കരുതൽ, ഓൻ്റെ കരുതൽ BJPക്കാർ കാണാതെ പോകരുത്. ഓൻ ഇപ്പോഴും BJPയോടാണ് കൂറും സ്നേഹവും എന്നുള്ളത് ലീഗും കോൺഗ്രസും കൂടി കാണാതെ പോകരുത്.